മാറ്റർ, നീ എന്താണ് ചെയ്യുന്നത്? നിനക്കറിയോ, ഞാൻ ഈസ്റ്റിലേക്ക് പോവാണ്. കാരണം എൻ്റെ സഹോദരിയുടെ കല്യാണമാണ്. എനിവേ ഞാൻ പോവാണ്. ബൈ ദ ബൈ. ഒരു മിനിറ്റ്, അതിന് നിനക്ക് സഹോദരി ഉണ്ടോ? മാറ്ററിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മാറ്ററിന്റെ പെങ്ങളുണ്ട് ഉണ്ട് പോലും. എന്തൊരു ചെക്കനാ സത്യം. മാറ്റർ, നീ അവളെ കണ്ടിട്ട് കാലങ്ങളായില്ലേ? അതെ, നീ പറയുന്നത് ശരിയാണ്. അപ്പോ അവൾക്ക് ഇഷ്ടപ്പെടുവോ? ഹേയ്, അതൊന്നും കുഴപ്പമില്ല. ആളുകളൊക്കെ കൂടെ കല്യാണാണ് ബെസ്റ്റ് പരിപാടി. അതിന് കുടുംബത്തേക്കാൾ മികച്ച ഒന്നുമില്ല ഈ ലോകത്ത്. അതെ, സത്യം പറഞ്ഞ ഞാനും എൻ്റെ സഹോദരിയും തമ്മിൽ അത്ര നല്ല പോലെ അല്ല. ഞാനിപ്പോൾ അവളുടെ അടുത്ത് പോകുന്ന തന്നെ പ്രതീക്ഷിക്കാത്തൊരു യാത്രയാ. ഡാ മാറ്ററെ, ഞാനും നിന്റെ ഒപ്പം വന്നാലോ? സത്യമായിട്ട് നീ വരുമോ? അതെ, സത്യമായിട്ടും. നമുക്കിതൊരു നല്ല യാത്രയാക്കാം. നമുക്ക് മാക്കിലിരുന്ന് പോകാം. അങ്ങനെയാണെങ്കിൽ സുഖിച്ച് വിശ്രമിച്ച് പോകാം. പെട്ടെന്ന് അവിടെ എത്തുകയും ചെയ്യും. അയ്യേ, ഇതാണോ നിന്റെ നല്ല പോലെയുള്ള യാത്ര? സമയം എടുത്താണെങ്കിലും നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യണം. അങ്ങനെയാണെങ്കിലും പോകുന്ന വഴിക്ക് പുതിയ കൂട്ടുകാരെയും കിട്ടും. എനിക്ക് മനസ്സിലായി. പക്ഷേ ഒന്നും പണയണ്ട, നമ്മൾ അങ്ങനെ തന്നെ പോകുന്ന വഴിക്ക് നിഗൂഢതകളുടെ താഴ്വാരത്ത് നിർത്തിയോ. നല്ല സ്ഥലം. ഞങ്ങൾ എല്ലാ സ്ഥലവും കണ്ടിട്ടേ പെങ്ങളുടെ നാട്ടിൽ പൂർണ്ണമായ റൊട്ടിയും പാസ്തയും കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരമുണ്ട്. എന്തായാലും അവിടെ നിർത്തും. മച്ചാനെ അവിടെ നിർത്തിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. വെറുതെ പറയല്ല. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? അപ്പം നീ നിന്റെ കൂട്ടുകാരനുമായി യാത്ര ചെയ്യാൻ ഉറപ്പിച്ചു അല്ലേ? ഐ തിങ്ക് ഞാനും അവനും മാക്കിലിരുന്ന് പോകണമെന്നായിരുന്നു എനിക്ക്. പക്ഷേ അവൻ ഇങ്ങനെ ഒരാഗ്രഹം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? മൊത്തം കൊണ്ടുകൊഴിയും. ഞാൻ എന്നെ നോക്കണ്ട, നീ ഇല്ലാതെ കുറച്ച് ദിവസം ഞാൻ നടന്നു നോക്കട്ടെ. എന്നാ പിന്നെ ഞങ്ങള് യാത്ര തുടങ്ങട്ടെ. നിനക്ക് പെങ്ങളുള്ള കാര്യം നീ എന്തേ ഇതുവരെ എന്നോട് പറയാതിരുന്നത്? ഞാൻ അവളെ പറ്റി ഓർക്കാറ് തന്നെ ഇല്ല. പ്രകൃതി ദുരന്തങ്ങൾ പോലെ അവളെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു പേടിയാ. അവളെ പറ്റി പറയുമ്പോൾ നീ ഇങ്ങനെ പേടിച്ചാലോ? എനിക്ക് ആരെയും പേടിയില്ല. ഹോ, ഡൈനോ പാർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. കണ്ടിട്ട് ഒരു സ്കൂള് പോലെയുണ്ട്. കമോൺ, നമുക്കിനി 3 സ്ഥലങ്ങൾ കാണാനുള്ളതാണ്. ലോകത്തിലെ ടയർ മേസ്, ലോകത്തിലെ വലിയ ലഗ്നാട്ട്, എന്തൊരു വലുതാ ഇത്, പിന്നെ ഏറ്റവും വലിയ കാർ ഹാൻഡ്. എടാ, ജീവൻ വേണേ രക്ഷപ്പെട്ടോ. അതിനെനിക്ക് ഡൈനോസറുകളെ പറ്റി ഒന്നും അറിഞ്ഞൂടല്ലോ. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഇതാണ് പഴയ ഒരു ബാൻവെല്ലർ. ഇടിവീരൻ എന്നും പറയും. അതിൻ്റെ കൊമ്പ് നോക്ക്. ആരെങ്കിലും അതിനോട് കുത്തു വാങ്ങാൻ പോവോ? പിന്നെ ഇവരാണ് ലോകത്തിലെ ആദ്യത്തെ മേച്ചിൽ ഡൈനോ വാനുകൾ. ഇവർ എപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യും. എന്നാൽ ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? മണിക്കൂറോളം ഇരുന്ന് പഠിച്ചതാണ് മാറ്റ്. പിന്നെ മേക്ക്, ഇവിടെ തിന്നാൻ എന്തെങ്കിലും കിട്ടുമോ? ആദ്യം പഠിത്തം, എന്നിട്ട് നമുക്ക് എന്തേ പോയി കഴിക്കാം. ഇതാണ് സ്പെസിമെൻ 536M. ഞങ്ങൾ ഇതിനെ മിമി എന്നാണ് വിളിക്കാറ്. കോമ്പാക്ട് തെറോപോഡിന്റെ പൂർണ്ണമായ അസ്ഥികൂടമാണിത്. ചേച്ചി, പിന്നെ മിമിയുടെ ഇനം ഉൽക്കാപനത്തെ അതിജീവിച്ചതല്ലേ? ബാക്കിയുള്ള ഡൈനോസറുകൾ മാത്രമല്ല ഇല്ലാതായത്. അതെ, കറക്റ്റാണ്. അവർ അതിജീവിച്ചപ്പോൾ മറ്റു പ്രശ്നങ്ങളും ഉണ്ടായി. പ്രകൃതിയിൽ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ എന്നിവയുടെ അളവ് കുറഞ്ഞു. അതുപോലെ അയൺ, കൊബാൾട്ട്, സിങ്ക്, കോപ്പർ, നിക്കൽ എന്നിവയുടെ അളവും കുറഞ്ഞു. എന്താ ഇത്? 50 ദശലക്ഷം വർഷങ്ങൾക്ക് ഇപ്പുറമാണ് നമ്മൾ. ഇത് യഥാർത്ഥമാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാനൊന്ന് അടുത്ത് പോയി നോക്കട്ടെ. പോയി തല വയ്ക്ക്, ഞാനില്ല. ഇവിടെ കാണാൻ എന്തൊരു രസമാ. മീറ്റർ, മീറ്റർ രക്ഷിക്കടാ, മീറ്റർ. ഞാനിപ്പ വരാം ബ്രോ. അതിന്റെ പേട്ടത്തല ഞാനിപ്പോ ശരിയാ. ഓക്കെ ബൈ.
ഇന്നാ പിടിച്ചോ. വേണ്ട വേണ്ട വേണ്ട. ഞാൻ നിന്നെ രക്ഷിക്കും ബ്രോ. ആ ഞാൻ പേടിച്ചങ്ങ് ഇല്ലാണ്ടായി. ആ ഡൈനോസർ ഇപ്പം നിന്നെ കൊന്നേനെ. ഞാൻ രക്ഷപ്പെടുത്തിയതുകൊണ്ട് നീ രക്ഷപ്പെട്ട്. ഞാൻ എന്തൊരു ധൈര്യശാലിയാ. നീ ഒരു തൊണ്ടൻ തന്നെ. നിനക്ക് എന്തറിയാ, ഞാൻ ഡൈനോസറുകളെയൊക്കെ നേരി കണ്ടു പഠിച്ചു. എനിക്ക് നിന്നെ പുച്ഛം തോന്നുന്നു. ഒന്നുമില്ല, നീ ഒന്ന് ഉറങ്ങിയാൽ ശരിയായിക്കോളൂ. എന്തായാലും വാ, നമുക്ക് യാത്ര തുടങ്ങാം. ഹേയ് പല്ലണ്ടൈനോ, ഞങ്ങൾ പോട്ടെ, പിന്നെ ഒരിക്കൽ വരാം. അടുത്തത് എങ്ങോട്ടാ? നിഗൂഢതകളുടെ ഗുഹകളോ അല്ലെങ്കിൽ മിസ്റ്ററി ഓഫ് മഫ്ലറോ, അതുമല്ലേൽ പീനട്ട് കൊട്ടാരത്തിലേക്കോ? ഏതാ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്? എന്ത്? നിനക്ക് പഠിക്കാനുള്ള പേടി മാറിയോ? എന്താണ് മെക്ക്, നമ്മളൊന്നിനെ വെറുതെ പേടിക്കലടാ, നിങ്ങളെ വില കളയാ.